കഴിഞ്ഞ മാസം 20-നാണ് മടത്തറ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്ന SBIയുടെ ATM കൗണ്ടറിൽ നടന്ന കവർച്ചാ ശ്രമത്തിന്റെ വിവരം പുറത്തറിയുന്നത്. എന്നാൽ 2 ആഴ്ച പിന്നിടുമ്പോഴും കവർച്ചാ ശ്രമത്തിൽ എന്തെങ്കിലും ഒരു സൂചന പോലും കണ്ടെത്താൻ കേസന്വേഷിക്കുന്ന ചിതറ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 16-നും 20-നും ഇടയിലുള്ള ദിവസമാണ് കവർച്ചാ ശ്രമം നടന്നതെന്ന് കൗണ്ടറിൽ പണം നിറയ്ക്കാൻ വന്ന ഏജൻസി ജീവനക്കാരന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഇതിൽ ഏത് ദിവസമാണ് കൃത്യം നടന്നതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. പ്രതികളെക്കുറിച്ച് സൂചന പോലുമില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ഒപ്പം കൗണ്ടറിലെ സുരക്ഷാ വീഴ്ചകളും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ATM കൗണ്ടറിലെ CCTV ക്യാമറകളിൽ പലതും പ്രവർത്തനരഹിതമാണ്. പ്രവർത്തിക്കുന്ന ക്യാമറകൾ പ്രതികൾ മറയ്ക്കുകയും ചെയ്തു. കവർച്ചാ ശ്രമം നടക്കുന്ന സമയത്ത് സുരക്ഷയുടെ ഭാഗമായ അലാം മുഴങ്ങുകയോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ബാങ്ക് അധികൃതർ പോലീസിൽ നൽകുകയോ ചെയ്തിട്ടില്ല. ATM കൗണ്ടറിന് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ SBIക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി അടച്ചിട്ട ATM കൗണ്ടർ ഇനിയും തുറന്നിട്ടില്ല. ഇത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ ദിവസങ്ങളിൽ ഉൾപ്പെടെ കൗണ്ടർ അടഞ്ഞു കിടന്നത് ഇടപാടുകാരിലും വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. പ്രതികളെ കണ്ടെത്തുന്നതിനോടൊപ്പം കൗണ്ടർ തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ കൂടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകനായ ശ്യാം ആവശ്യപ്പെട്ടു. SBIയുടെ ATM കൗണ്ടർ അടഞ്ഞു കിടന്നിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. ഇതുവരേക്കും ബാങ്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികൾ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കില്ല. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഈ ഡിസംബർ 20-ന് ഇവിടെ ഒരു മോഷണ ശ്രമം നടന്നതാണ്. ചിതറ പോലീസാണ് ഇത് അന്വേഷണം നടത്തിയത്. എന്നാൽ അന്വേഷണം നടത്തിയ ശേഷം ഇതുവരെയും ഇതിൻ്റെ പ്രതികളെ കണ്ടെത്താനോ പോലീസ് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ ഒരു ATM ആണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ആവശ്യമായ സാമ്പത്തികങ്ങൾ എടുക്കുന്നതിനും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയും അടിയന്തരമായി തന്നെ ATM കൗണ്ടർ ഇവിടെ തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാങ്കിൻ്റെ അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ പോലീസ് അധികാരികൾ ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തണം. നമ്മുടെ നാടെന്ന് പറഞ്ഞ ഒരു ഗ്രാമീണ മേഖലയാണ്. 10-15 കിലോമീറ്ററുകൾ കടയ്ക്കൽ, കുളത്തൂപ്പുഴ, അതുപോലെ പാലോട് പ്രദേശങ്ങളിൽ പോയാണ് ഇതുപോലെയുള്ള ATM കൗണ്ടറിൽ പോയി നമുക്ക് സാമ്പത്തികം കൈകാര്യം എടുക്കേണ്ടതൊക്കെ ഉള്ളത്. കൗണ്ടർ ഉടൻ തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ബാങ്കിലേക്ക് പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കാനും ഒരു വിഭാഗം ആലോചിക്കുന്നുണ്ട്. കൊട്ടാരക്കര DYSPയുടെ നേതൃത്വത്തിൽ ചിതറ SHO, റൂറൽ ഡാൻസ് അപ്പ് സംഘം ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നാട്ടുവാർത്ത, മടത്തറ.